ഇനി നമുക്ക് പടവലങ്ങ കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് പടവലങ്ങ റിംഗ് ഫ്രൈ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ പടവലങ്ങ, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, കുറച്ച് വേപ്പില അരിഞ്ഞെടുത്തത്, 1/2 കപ്പ് കടലമാവ്, 1/4 കപ്പ് അരിപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം, വറുക്കാനുള്ള എണ്ണ. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഈ പടവലങ്ങയുടെ ഈ പുറത്ത വെളുത്ത തൊലി ഒന്ന് ചിരണ്ടി കളയുക. പടവലങ്ങ ഇതുപോലെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഈ കുരുവും ആ പാടയും എടുത്ത് കളയുക. അപ്പോൾ ഇതുപോലെ റിങ്സ് കിട്ടും. അങ്ങനെയെല്ലാം ചെയ്യുക. അപ്പോൾ പടവലങ്ങ റിങ്സ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനുള്ള ബാറ്റർ തയ്യാറാക്കുക. ആദ്യം കടലമാവ്, അരിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് വേപ്പില, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഇടാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യണം. കുറേശ്ശെ വെള്ളം ഒഴിക്കുക. നമുക്കൊരു തിക്ക് ബാറ്ററായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഇച്ചിരി തിക്ക് ബാറ്റർ വേണം. ഇനി നമ്മളിതിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് ഓക്കെ ആണ്. ഇനിയെല്ലാം നിസ്സാരം. റിങ്സ് ഇതിൽ മുക്കി എണ്ണയിൽ വറുത്തെടുക്കുക. ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചൊരു കടായി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്, ചീനച്ചട്ടി. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇത് ഈ ബാറ്ററിൽ മുക്കി, ഈ റിങ്സ് ബാറ്ററിൽ മുക്കി വറുത്തെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതുപോലെ ബാറ്ററിൽ മുക്കി വറുത്തെടുക്കുക. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഇടയ്ക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം ഇട്ടതാണ്. ഈ ഹൈ ഫ്ലെയിമിലിട്ടാൽ പടവലങ്ങ വെന്തിട്ടില്ല, വേകാത്തൊരു സംഭവമാണ്. അപ്പോൾ അത് വേകണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുറച്ചധികം നേരം വേവിക്കണം. നമ്മുടെ പടവലങ്ങ റിങ്സ് റെഡിയായി. ഇനി ഇത് കോരുക. അപ്പോൾ നമ്മുടെ പടവലങ്ങ റിങ്സ് റെഡിയായി. അപ്പോൾ ഇതൊരു 4 മണി പലഹാരമായിട്ടും പിന്നെ വേണമെങ്കിൽ സദ്യയുടെ കൂടെ ഒരു മൂലൊക്കെ വിളമ്പാനും ഒക്കെ പറ്റിയതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.